So Marxism and Literature essay briefing continuation, and after that we'll go to the complete essay. മുഴുവനായിട്ടും പിന്നീട് അതിൻ്റെ ഒരു പാരഗ്രാഫ് വൈസ് വി വിൽ എക്സ്പ്ലെയിൻ. അതിന് മുന്നേ മാർക്സിയൻ പ്രിൻസിപ്പിൾസ് ഓൺ റിലേഷൻ ബിറ്റ്വീൻ ആർട്ട് ആൻഡ് സൊസൈറ്റി, അങ്ങനെ ഒരു ടൈറ്റിലിൻ്റെ അണ്ടറിൽ നമുക്ക് ഈ എസ്സേനെ ഒന്ന് നോക്കാം. അതായത് എഡ്മണ്ട് വിൽസൺ ഡിലിനേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് സൊസൈറ്റി. According to him, Marx and Engels conceived that forms of the society are created by the methods of production of the specific area and time. അതായത് ഇതിൽ മാർക്സും എംഗൽസും ഇതിനെന്തായാലും മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇവർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ദീസ് ഫോംസ് ഓഫ് ദി സൊസൈറ്റി ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ ഇനി എന്താണോ അവരുടെ ആ ഒരു ഏരിയ, ഒരു സ്പെസിഫിക് ടൈം ഏരിയ, ആ സമയത്തുള്ള ഒരു അത് സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുവെന്നും ഓൾറെഡി ബേസ് സൂപ്പർ സ്ട്രക്ചർ ഡിസ്റ്റിങ്ഷനിൽ പറഞ്ഞതാണ്. അതായത് ആക്ടിവിറ്റീസ് സച്ച് എസ് പൊളിറ്റിക്സ്, ലോ, റിലീജിയൻ, ലിറ്ററേച്ചർ, ഇതെല്ലാം കൂടിയതാണ് സൂപ്പർ സ്ട്രക്ചർ. ഈ ഒരു ഹയർ ആക്ടിവിറ്റീസ് അതെന്ത് ചെയ്യുന്നു, ഷേപ്പ് ദി അറേഞ്ച്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി ബിലോ ദം, അതിനെ അങ്ങോട്ട് തിരിച്ചും സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഇതിൽ വരുന്നുണ്ട്. അതായത് ദ ഫോം ഓഫ് എ പ്രൊഫഷണൽ ഗ്രൂപ്പ് വിത്ത് ഇറ്റ്സ് ഓൺ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദ ട്രൈ ടു ഗെറ്റ് അവേ ഫ്രം ഇറ്റ്സ് റൂട്ട്സ് ഇൻ ദി സോഷ്യൽ ക്ലാസ്. അപ്പോൾ അതൊന്ന്, അതായത് അവിടെയാണ് നമ്മൾ, അതായത് ഇപ്പം ആർട്ട് ബേസ് എന്താണ്, ഇപ്പം ഡിക്റ്റേറ്റർഷിപ്പാണ് ബേസ്, അല്ലെങ്കിൽ ഡെമോക്രസിയാണ് ബേസ്. അതേസമയം അതിൽ നിന്ന്, ആ ബേസിൽ നിന്ന് തന്നെ വന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസ് ഉണ്ടാവും, ഒരു വിഭാഗം ഇൻ്റലക്ച്വൽസ് ഉണ്ടാവും. അപ്പോൾ അവർ ഫ്രീ തിങ്കേഴ്സാണ്, അവർക്ക് കൂടുതൽ തിങ്ക് ചെയ്യാനും കാര്യങ്ങൾ അവരുടേതായ ഇൻഡിവിജ്വൽ സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ എടുക്കാൻ വേണ്ടി ദേ ക്യാൻ ഡു ദാറ്റ്. ഇൻ ദാറ്റ് റിഗാർഡ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു ഫ്രീഡം ഓഫ് മൂവിങ് എവേ ഫ്രം ദെയർ എസ്റ്റാബ്ലിഷ്ഡ് ബേസിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ദാറ്റ് ഷുഡ് ബി cut as umbilical cord is cut once the child is taken out of the womb of the mother. അപ്പോൾ അതുപോലെയുള്ളൊരു അത് കൊടുക്കാതിരിക്കലാണ് ഈ ആർട്ടിനെയും സൊസൈറ്റിയിലെ ആർട്ടിനെ വെപ്പണായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ, അത് ഇനി പ്രൊഫഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിന് തിരിച്ച് സ്വാധീനിക്കാൻ പറ്റുക എന്ന് പറയുന്നിടത്ത് നമ്മൾ സംടൈംസ് വി മൈറ്റ് ഹവ് കം അക്രോസ് സം ആഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് ഓൾ. അപ്പോൾ അവിടെയെല്ലാം കാണുന്ന ഒരു പ്രത്യേകത, അതായത് ഒരു നാടിൽ മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണുന്നത്, അതായത് ഒരാൾ അത് ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പോയി പ്രൊഫഷണലായിട്ട് വരുമ്പോൾ അയാൾ ഡ്രീം ചെയ്യുന്നത് അയാളുടെ നാട് മുഴുവനും വേറൊരു രീതിയിലേക്ക് ഇല്യൂമിനേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്കൊരു ഹെൽപ്ഫുൾ, അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടി ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചും പോസിബിൾ ആണെന്നാണ്. So, however, Edmund Wilson believed that art can influence life down to its very economic foundations. The interaction between art and the economy is reciprocal. അപ്പോൾ ആർട്ട് ഇക്കണോമിയൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെസിപ്രോക്കലുമാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പം അത് എങ്ങനെയാണ്, ഇപ്പം ഫോർ ദ സേക്ക് ഓഫ് എ പേഴ്സൺ ടു ഗെറ്റ് എൻറോൾഡ് ഇൻ എ സ്കൂൾ, അപ്പം അതുപോലെ അത് ആ ഒരു നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ബേസുമായിട്ടുള്ള കണക്ഷൻ, എത്ര ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എഡ്യൂക്കേഷൻ ആക്സസിബിലിറ്റി എന്നുള്ളത് എക്കണോമിയുമായിട്ട് കണക്റ്റഡ് ആണ് ഒബ്വിയസ്ലി പിന്നെ. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഗ്രൗണ്ട്സിൽ പലപ്പോഴും എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ ഈ പറയുന്ന ഇനീക്വാലിറ്റീസൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നത്. പിന്നെ മാർക്സിയൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ലിറ്ററേച്ചർ. എഡ്മണ്ട് വിൽസൺ ഒബ്സർവ്സ് ദാറ്റ് the man who tries to apply Marxist principles without the real understanding of literature is liable. മാർക്സിയൻ പ്രിൻസിപ്പിൾസും ലിറ്ററേച്ചറും തമ്മിലാണ് പറയുന്നത്. അതായത് എങ്ങനെയായാലും ഇപ്പോൾ, അതായത് ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ഏത് തിയറി വെച്ചിട്ട്, നോട്ട് ജസ്റ്റ് ഇൻ ദ കേസ് ഓഫ് മാർക്സിസം, നോട്ട് ജസ്റ്റ് വിത്ത് മാർക്സിസം, വിച്ച് എവർ തിയറി യു ആർ അപ്ലൈയിങ്, യു ആർ സപ്പോസ്ഡ് ടു കീപ് ഓർ പേ ജസ്റ്റിസ് ടു ദ വർക്ക് ഓഫ് ആർട്ട് ആസ് ഇറ്റ് ഈസ്. അതായത് അതിനോട് ആദ്യം അത് ഒരു വർക്ക് ഓഫ് ആർട്ടാണ് അല്ലെങ്കിൽ ലിറ്റററി വർക്കാണെന്നുള്ള ഒരു റെസ്പെക്റ്റ് ആദ്യം കൊടുക്കണം എന്നാണ് അപ്പോൾ അല്ലെങ്കിൽ അയാൾ അതൊരു ഹി വിൽ ഗോ ലയബിലി ടു ഗോ ഇൻ എ വെരി ഹൊറിബിളി റോങ്. ഹി വിൽ ബിക്കം, ഹി ഓർ ഷി വിൽ ഹിസ് ഇൻ്റർപ്രിട്ടേഷൻ, ഹിസ് ഓർ ഹർ ഇൻ്റർപ്രിട്ടേഷൻ ദാറ്റ് വിൽ ബിക്കം ഹൊറിബിളി റോങ് എന്നാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ട്രൂ ഇൻ വർക്ക്സ് ഓഫ് ദി ഹയസ്റ്റ് ഓർഡർ ദാറ്റ് the purport is not a simple message but a complex vision of things which itself is not explicit but implicit, and the reader who does not grasp them artistically but is merely looking for simple social morals is certainly to be hopelessly confused. അപ്പോൾ അവിടെയാണ്, അതായത് പലപ്പോഴും പറയുന്ന ബുക്സ് അല്ലെങ്കിൽ റൈറ്റിങ്സ് തരാൻ വിചാരിക്കുന്ന നോഷൻസ് അല്ലെങ്കിൽ അതിലെ മെസ്സേജസ്
അതൊന്നും ഒരിക്കലും പിന്നെ വളരെ നമുക്ക് അറ്റ് എ ബേസ് ഒരു സർഫസ് ലെവലിൽ കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് വി ഹാവ് ടു റീഡ് വെരി ഡീപ്ലി ഇൻ ആൻ ഇൻ ഡെപ്ത് മാനർ. വി ഹാവ് ടു ഗോ ഫോർ റീഡിങ്. In such a situation, if you are searching just for some of the social morals, simple social morals, you will hopelessly be confused. അതായത് എന്താണ് ഞാനിങ്ങനെ വായിച്ചിട്ട് ഇതെന്തുകൊണ്ട് ഇതിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അതായത് നമ്മളെപ്പോഴും എന്തായിരിക്കും റീഡിങ്, ഇപ്പോൾ നമ്മളൊരു തിയറി അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് നമ്മൾ റീഡിങ് പോകുന്നത്. അതിൽ പല ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള മറ്റുള്ള പല ഈസ്തറ്റിക് അത്ര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മറ്റ് പല തീംസും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ആദ്യം ഒരു വർക്ക് ഓഫ് ആർട്ടിനെ അതായിട്ട് തന്നെ കാണുക, അതിലെ തലങ്ങൾ അറിയുക, അതിലെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. ആദ്യം ഫസ്റ്റ് യു ഹാവ് ടു നോ ദി ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഇൻ ദാറ്റ് ഏരിയ or that work of art as such. Then you come to apply different theories including Marxism you can do. പക്ഷേ അത് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ ഈ ഒരു എസ്സേയുടെ കോണ്ടെക്സ്റ്റ് തന്നെ അങ്ങനെ അല്ലാതെ വർക്ക് ഓഫ് ആർട്ടിനെ കാണാനും മറ്റു രീതിയിൽ അതിനെ യൂസ് ചെയ്യാനും വേണ്ടി ആഗ്രഹിച്ച, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരു വിഭാഗം മാർക്സിയൻ അല്ലെങ്കിൽ മാർക്സിയൻ റൂളേഴ്സിൻ്റെ ഇടയിൽ വന്നു എന്നുള്ളതാണ്. മെയിൻലി സ്റ്റാലിനാണ്. പക്ഷേ ഇവരുടെ ഒക്കെയും സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് ട്രേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വി മേ ഗോ ഫോർ ബ്ലെയിമിങ് ദ തിയറി ഇറ്റ്സെൽഫ്. നമ്മൾ വിചാരിക്കും മാർക്സിസം ഒരു സയൻറ്റിഫിക് തിയറി ആണല്ലോ, സോ അത് അതിൻ്റെതായ കുറേ കൺസ്ട്രെയിൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ടല്ലോ, സോ ദാറ്റ് മസ്റ്റ് ബി ദ റീസൺ ഫോർ ദിസ് ഓൾ ദീസ് പീപ്പിൾ ഓർ ആസ് എ ഹോൾ. നമ്മളിപ്പോൾ വിചാരിക്കുക പെട്ടെന്ന് ഒരാൾ ഡിക്റ്റേറ്ററായിട്ട് അങ്ങനെ യൂസ് ചെയ്തിരുന്നു, അയാളെ മാത്രം പറയുമ്പോഴും ഓക്കെ, അയാൾ വരുന്നത് ഒരു പർട്ടിക്കുലർ സെറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പീപ്പിളിൻ്റെ ഫോളോവറായിട്ട് ആണ് വരുന്നത്. സോ അവരുടെ ഒരു ടീച്ചിങ്സ് ഒക്കെ ആയിരിക്കും ഇൻഫ്ലുവൻസ്. നമുക്കറിയണം ഇതിന് മുന്നുള്ളവർ അങ്ങനെ ആയിരുന്നോ, അല്ലെ അങ്ങനെ അല്ലാത്തവരുണ്ടായിരുന്നു. ഓൾ ദീസ് തിങ്സ് വി ഹാവ് ടു നോ വെദർ ഓൾ ദി പീപ്പിൾ ടുക്ക് ദ സെയിം സ്റ്റാൻഡ് ആസ് സ്റ്റാലിനാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ഡ് ആവുന്നത്. ഈ ഒരു സ്റ്റാലിൻ്റെ ഈ ഒരു സ്റ്റാൻഡിനെ എഡ്മണ്ട് വിൽസൺ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഉള്ള ആൾക്കാർ എത്രമാത്രം ആർട്ടിസ്റ്റിക് ബെൻഡുള്ള, apart from their being Marxist, socialist, revolutionary thinkers, how dearly they kept their പാഷൻ ഫോർ ലിറ്ററേച്ചർ എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് അവരോരോ ആർട്ടിസ്റ്റിക് വർക്ക്സ് ഇവാലുവേറ്റ് ചെയ്താലേ അതിനെപ്പറ്റി സംസാരിച്ച കാര്യങ്ങൾ പോലും വിൽസൺ കോട്ട് ചെയ്യുന്നുണ്ട്. So exemplifies Wilson's view of studying literature as literature and not as a tool for sociological, political and economic change. അപ്പോൾ അതിനൊരിക്കലും ലിറ്ററേച്ചറിനൊരിക്കലും ഇതിനൊന്നുള്ള ഒരു ടൂളായിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ചേഞ്ചസ്, സോഷ്യോളജിക്കൽ ചേഞ്ചസ്, economic changes. അതിൻ്റെതായ തിയറീസ്, യു ക്യാൻ ഫോർമുലേറ്റ് യുവർ ഓൺ തിയറീസ്, യു ക്യാൻ ഡിസ്ക്രൈബ്, യു ക്യാൻ ഗെറ്റ് ഫോളോവേഴ്സ്. ബട്ട് ലിറ്ററേച്ചറിന് ഇടയിൽ അതിലൊരു ബ്ലോട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു കലർപ്പ് വരിക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ്. വിൽസൺ ബിലീവ്സ് ദാറ്റ് അനാലിസിസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കോംപ്ലക്സിറ്റി ഓഫ് ലിറ്ററേച്ചർ ലീഡ്സ് ടു അതർ റെലംസ് ഓഫ് ലൈഫ്. അപ്പോൾ ഒരു ലിറ്ററേച്ചറിൻ്റെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കി അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ലൈഫിൻ്റെ പല തലങ്ങൾ മനസ്സിലാവുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ അവിടെ ഹവർ ദ അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ആർ ടു ബി ഗൈഡഡ് ബൈ ലിറ്റററി ആൻഡ് റെട്ടറിക്കൽ നോംസ് അലോൺ. അതേസമയം അതിനു വേണ്ടി നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുമ്പം പ്യുവർ ലിറ്ററേച്ചറിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ മാത്രം കൺസേൺ ചെയ്യുന്നതാണെങ്കിൽ തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരിക്കലും ലിറ്ററേച്ചറിന് വേണ്ടി ഉണ്ടാക്കിയതല്ല തിയറീസ് വരുന്നു. അവിടെ ആ തിയറീസ് എങ്ങനെയാണ് നമ്മൾ ലിറ്ററേച്ചറിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ദോസ് ആർ നോട്ട് ജസ്റ്റ് അപ്ലിക്കബിൾ ഇൻ ലിറ്ററേച്ചറിന് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തതല്ല. അപ്പോൾ അവിടെയാണ് ലിറ്റററി ക്രിറ്റിസിസം, ലിറ്റററി തിയറി ഡിഫർ ചെയ്യുന്നത്. അതേപോലെയാണ് ഇവിടെ മാർക്സിസം ഒരു തിയറിയാണ്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ഒരു ടൂൾ ഫോർ റീഡിങ് ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യാനുള്ള, അസസ് ചെയ്യാനുള്ള ഒരു യാർഡ് സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ ആ ബുക്സിനും വർക്ക്സിനും കിട്ടേണ്ട ഒരു ജസ്റ്റിസ് അവിടെ ഡിനൈഡ് ആവുമെന്നുള്ളത് ആണ് പറയുന്നത് വിൽസൺ. പിന്നെ കൺക്ലൂഷനായിട്ട് നമുക്ക് ആർട്ട് ഈസ് എ വെപ്പൺ ഈസ് എ മിത്താണ്. അതായത് ഒരു മിത്ത് മാത്രമാണ്, നമുക്കൊരു സങ്കല്പം മാത്രം, ഒരിക്കലും അത് പോസിബിൾ ആവില്ല എന്നാണ് പറയുന്നത്. Wilson reflects upon his disillusionment with Marxism under the dictatorship of Stalin. He admits that literature could be used for creating both immediate effect. അതാണ് ആ രണ്ട് രീതിയിലുള്ളൊരു ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നത്. ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഷോർട്ട് റേഞ്ച് ലിറ്ററേച്ചറാണത്.
പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിന് ലോങ് റേഞ്ച് ലിറ്ററേച്ചർ എന്ന് പറയും. അപ്പോൾ മാർക്സ് ദി കൺഫ്യൂഷൻ in leftist camp in opting for the range of literature to suit their needs. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ, അതായത് മാർക്സിസ്റ്റ് ക്യാമ്പുകൾ, ലെഫ്റ്റിസ്റ്റ് ക്യാമ്പുകളിലൊക്കെ ലിറ്ററേച്ചറിന് അവരുടെ പേർപ്പസിന് വേണ്ടി ആ രീതിയിൽ എഴുതാനുള്ള എക്സോർട്ടേഷൻ വരുന്ന അത്രയും അവസ്ഥ, അതായത് വല്ലാത്ത കൈകടത്തലാണ്. ഒരു ഏരിയയിലുള്ള ഒരു തരം ഡിക്റ്റേറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിങ് ആണത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം നിങ്ങളിപ്പം ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് കിങ്സിനും ക്യൂൻസിനെയും പ്രൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ശരിക്കും ഈ പറയുന്ന പിന്നെ പോയറ്റ് ലൊറേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ ബ്രിട്ടനിലാണ് അതുള്ളത്. അത് ശരിക്കും എന്താണ്, കൊട്ടാരം കവികളാണ്. അപ്പോൾ എക്സാക്ട്ലി ദേ ആർ പെയ്ഡ് ആൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന എന്താണോ അതേ കാര്യമാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഒരു മാർക്സിസം ആസ് എ തിയറി, ആസ് എ സോഷ്യൽ റെവല്യൂഷണറി മൂവ്മെൻറ്റ് വിച്ച് വുഡ് ലൈക്ക് ടു bring forth some new changes or better changes for the society. They are not supposed to be involved in such activities like imposing some restrictions or influencing some freedom, individual freedom, which is already there in the case of literature. അപ്പോൾ ഇതൊക്കെ ഒരു തരം എന്താണ്, സ്യൂട്ടിങ്, നമ്മളെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ലിറ്ററേച്ചർ മാറും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്, മാർക്സിസം കുഡ് നോട്ട് ക്ലെയിം ദാറ്റ് സൊസൈറ്റൽ കൺസേൺ സിമ്പതി ഫോർ പുവർ ആൻഡ് ഹ്യൂമൻ ടെൻഡൻസീസ് ആസ് ഇറ്റ്സ് എക്സ്ക്ലൂസീവ് ഡൊമെയിൻസ്. ദീസ് ആർ കോമൺ ടു ഹ്യൂമാനിറ്റി ഇൻ ജനറൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്സിസം ഈ പറയുന്ന പോലെ ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസും കാര്യങ്ങളൊന്നും ഇവരുടെ എക്സ്ക്ലൂസീവ് അല്ല. അത് മറ്റുള്ള എല്ലാവർക്കും പലവർക്കും ആ തിയറിയിൽ ബിലോങ് ചെയ്യുന്നതിനും എല്ലാത്തവർക്കും ഒക്കെയും ഈ പറയുന്ന അത് ജനറൽ ഹ്യൂമാനിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ ഹവെവർ വിൽസൺ ബിലീവ്സ് ദാറ്റ് മാർക്സിസം ആസ് എ ക്രിയേറ്റീവ് ഫോഴ്സ് ഹാസ് ദി പൊട്ടൻഷ്യൽ ഫോർ ഇഫക്റ്റിംഗ് സോഷ്യൽ ചേഞ്ച്. അതേസമയം മാർക്സിസം എന്ന തിയറീനെ അല്ല എഡ്മണ്ട് വിൽസൺ ഇതിലൂടെ വിമർശിക്കുന്നത്. ബട്ട് he actually criticizes the stance taken by some of the dictator kind of persons who were also holding the label as Marxist. അവിടെയാണ് ലിറ്ററേച്ചറിൻ്റെ ക്വാളിറ്റിയും അത് ഓൾറെഡി അതിൽ ഇംപ്ലോയിഡ് ആയിരിക്കുന്നൊരു ഫ്രീഡം ഉണ്ട്. ലിറ്ററേച്ചർ ആർട്ട് എന്ന് പറയുന്നിടത്ത് തന്നെ വലിയൊരു ഫ്രീഡമാണ്. ആൻ ആർട്ടിസ്റ്റ് ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു റൈറ്റ് ദ വേ ഹി ഓർ ഷി തിങ്സ്. അതിൽ പിന്നെ അത് എഴുതാൻ പാടില്ലാത്തതാണ്, എഴുതാൻ പാടുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സൊസൈറ്റിക്ക് വേണ്ടിയേ എഴുതുള്ളൂ എന്ന് പറയുന്നിടത്ത് പിന്നെ ആർട്ട് എന്ന് പറയുന്നത് അവിടെ തന്നെ അതില്ലാണ്ടായി. അത് ഇൻ്റർപ്രിട്ടേഷനിലും കൂടി ഇവരുടെ ഇൻഫ്ലുവൻസ് വരുമ്പം നെഗറ്റീവ് ഇമ്പാക്ട്സ് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡിക്റ്റേറ്റർ മോഡ് ഓഫ് ഇമ്പോസിങ് ദി തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ് ഓൺ ലിറ്ററേച്ചർ ഫോർ ഇൻ്റർപ്രിട്ടേഷൻ ആസ് വെൽ ആസ് റൈറ്റിംഗ്, those never proved to be really helpful. So that's all with the ഇൻട്രൊഡക്ഷൻ ഓർ ദ ബേസിക്സ്. അതായത് ഈ ഒരു എസ്സേനെ ബ്രീഫ് ചെയ്യാൻ പറ്റുന്നത് ഈ രീതിയിലാണ്. ഏതൊക്കെ ടൈറ്റിലിൻ്റെ അണ്ടറിലാണ് വിൽസൺ ഇത് ഡിസ്കസ് ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. സോ ഇനിയുള്ള കാര്യങ്ങൾ ഇനിയുള്ളത് ഈ പറയുന്ന എസ്സേയിലേക്ക് നേരിട്ടിട്ട് കിടക്കും. ഓക്കെ.